നമസ്കാരം. ഉണ്ടല്ലോ, ഇത് കൊല്ലം KSRTC ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ബസ് സ്റ്റാൻഡ് പുറമേ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയാണ്. വാഹനങ്ങളൊക്കെ ഇറങ്ങി വരുന്നതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. കെട്ടിടമൊക്കെ വളരെ ഭംഗിയാണ്. പക്ഷേ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ ആളുകളും പലരും വന്ന് കാണത്തില്ല KSRTC ബസ് സ്റ്റാൻഡിൽ. ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകം നമ്മളൊന്ന് കാണും. പിന്നെ അകത്തോട്ടത് പോകുമ്പോഴാണ് നമ്മൾ ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അകത്തെ ദൃശ്യമാണ് പ്രേക്ഷകരെ കാണുന്നത്. കണ്ടല്ലോ, ഇവിടെ ഈ അകത്തുനിന്ന് മുകളിലോട്ടേക്ക് നോക്കുമ്പോൾ കംപ്ലീറ്റ് സിമൻറ്റ് പാളികൾ ഇളകി കമ്പി തള്ളിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ താഴെ ഒരുപാട് കടകളുണ്ട്. കണ്ടല്ലോ, കമ്പിയെല്ലാം ഇളകി, ഈ സിമൻറ്റ് പാളികളൊക്കെ ഇളകി മാറി കമ്പി തെളിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനകത്തോട്ട് കയറുമ്പോൾ ആരും നോളിഷൻ നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ അടിക്കടി ഈ സിമൻറ്റ് പാളികളൊക്കെ വീണ് ഒരുപാട് പേർക്ക് പരിക്ക് പറ്റുന്നുണ്ട്. കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് തന്നെ സ്ഥലത്ത് MLA പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു മാറ്റി പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ വെറും ജലരേഖയായിട്ട് മാറിയിരിക്കുക. മുകേഷ് MLA പറഞ്ഞതാണ് എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു മാറ്റി പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടം നിർമ്മിക്കുമെന്ന്. നമുക്കറിയാം, മുകേഷ് MLAയുടെ ഒരു പാലം ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നേരെ ഒരു പാലം പോകുന്നുണ്ട്. അത് എങ്ങും എത്താത്ത രീതിയിൽ ഇങ്ങനെ ഓലയിൽ കടവ് വരെ അങ്ങ് നിർത്തി സ്തംഭിച്ചിരിക്കുന്നൊരവസ്ഥ. അത് പാലത്തിൻ്റെ കാര്യം. ഇത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം കണ്ടല്ലോ. ഒട്ടനവധി കച്ചവടക്കാരാണ് ഈ തകർന്ന് വീഴായി കെട്ടിടത്തിന് താഴെ കച്ചവടം ചെയ്യുന്നത്. അവരറിയുന്നില്ല, ഇത് പഴയകാലത്തെ സിമൻറ്റും മണലും കൊണ്ട് നിർമ്മിച്ചതുകൊണ്ട് മാത്രമാണ് ഇതുവരെയും ഇത് തകർന്ന് വീഴാത്തത്. പക്ഷേ എപ്പോൾ സംഭവിക്കും എന്ന് നമുക്കറിയാൻ വയ്യ. വലിയ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം സ്ഥാപിക്കണമെന്നാണ് നമുക്ക് ന്യൂസിൻ്റെ 24 പറയാനുള്ളത്. കാരണം പല പ്രാവശ്യങ്ങളും വാഗ്ദാനങ്ങൾ നൽകുന്നല്ലാതെ ഈ KSRTC സ്റ്റാൻഡിൻ്റെ ഈ അവസ്ഥ, ഇവിടെ സ്ഥലം MLAക്ക് ഒന്ന് കാണണം ഇപ്പോഴത്തെ അവസ്ഥയൊന്നും. അങ്ങനെ അത്രയധികം ദയനീയമാണ്. തകർന്ന് വീഴും എന്നുള്ള കാര്യം ഒരു സംശയം വേണ്ട. അത്ര രീതിയിൽ അവിടെ ഒരുപാട് കടകൾ അവിടെ കച്ചവടം നടക്കുന്നുണ്ട്. ഈ യാത്രക്കാർ വന്ന് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള മറ്റുള്ള കടകളാണ് കൂടുതലും. പക്ഷേ ഇത് അവരറിയുന്നുണ്ടോ? ഇത്രയും ഒരു ദുഃഖകരമായ അവസ്ഥയിലാണ് അവരെ കച്ചവടം ചെയ്ത് പീഡിപ്പെടുത്തുന്ന രീതിയിലാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രേതാലയം പോലെയാണ് നമ്മൾ ഈ രാഗം പോയി കണ്ടു കഴിഞ്ഞാൽ. ആ രീതിയിലായിട്ടും ഇതുവരെയും അധികാരികളൊന്നും ഇതിന് ഒരു തീരുമാനവും ഇതിനെടുത്ത് ന്യൂസിൻ്റെ 24 കൊല്ലം.